ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്സിനെ മാപ്പ് ചെയ്യാനും നല്ല റിലേഷൻഷിപ്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും മോശം റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഒരു അർത്ഥമില്ലാത്ത റിലേഷൻഷിപ്സിനെ ആ ഒരു ഫോക്കസിൽ നിന്ന് കളയാനും വേണ്ടിയിട്ടാണ്. അതിന് നമുക്കൊരു മെഷർ ചെയ്യാം, അതായത് നമ്മുടെ ലൈഫിലെ റിലേഷൻഷിപ്സ് എങ്ങനെയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു 4 കാറ്റഗറി ആയിട്ട് തിരിക്കുക. ഒന്നാമത്തെ കാറ്റഗറിയിലെ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഡെയിലി ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ, അതാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ. രണ്ടാമത്തെ കാറ്റഗറിയിൽ നമ്മൾ റെയർ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, മേ ബി 2-3 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസങ്ങൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ വല്ല വർഷത്തിലൊരിക്കലോ ഒക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ, അവരെ നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയിൽ കൂട്ടാം. ഇനി മൂന്നാമത്തെ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മൊത്തം കാറ്റഗറി ഓഫ് പീപ്പിളിൽ നിന്ന് നമ്മുടെ ലൈഫിൽ ഡീമീനിങ് ആയിട്ടുള്ള ഒരു അർത്ഥമില്ലാത്ത റിലേഷൻഷിപ്സ്, കാരണം നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് ആർക്കും ഒരു ഗുണമില്ല, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടുന്നതല്ല, അല്ലെങ്കിൽ നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ ഉപകാരപ്പെടുന്നതല്ല, അല്ലെങ്കിൽ അവർക്കും ഗുണമില്ല നമുക്കും ഗുണമില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഈ 2 ലിസ്റ്റിൽ നിന്ന് ആരൊക്കെയാണെന്നുള്ളത് അതിലേക്ക് മാറ്റി എഴുതാം. ഇനി 4ാമത്തെ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേളിലത്തെ നമ്മൾ എഴുതിയ ഡെയിലി ഇൻട്രാക്ട് ചെയ്യുന്നതും റെയറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അതായത് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കുറേ കൂടി മെച്ചപ്പെടാനായിട്ട് സഹായിക്കുന്നതാണ്, നമുക്ക് സന്തോഷം സമാധാനമൊക്കെ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു എന്ത് കാര്യം ഓപ്പണായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഒരു സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഇൻട്രാക്ട് ചെയ്യുന്നതും നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അവരെ നമ്മൾ കൂടുതൽ അവരിലേക്ക് ഫോക്കസ് ചെയ്യണം, കാരണം അവരാണ് നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നോ അതിൻ്റെ റീസൺ. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മൾ റെയറായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് എങ്കിലും അവർ നമ്മുടെ വെൽവിഷേഴ്സാണ്, സപ്പോർട്ടീവാണ്. അവരെന്ന് പറഞ്ഞാൽ അൺഎക്സ്പ്ലോർഡ് ഓപ്പർച്യൂണിറ്റിയാണ്, അതായത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പക്ഷേ കാരണം നമുക്ക് റെയറായിട്ട് അവരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ, പക്ഷേ നമുക്ക് അവർ സപ്പോർട്ടീവാണ്. അപ്പോൾ അവരായിട്ട് എപ്പോഴും കീപ്പ് ഇൻ ടച്ച് ചെയ്യുക, കൂടുതൽ അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളെ നമ്മൾ നോക്കുക. പിന്നെ മൂന്നാമത്തെന്ന് വെച്ചാൽ നമ്മൾ റെയറായിട്ടാണ് കാണുന്നത്, പക്ഷേ അവരായിട്ടുള്ളൊരു സമയം നമുക്കൊണ്ട് ഹെൽപ്ഫുള്ളല്ല, അത് നമ്മൾ അവോയ്ഡ് ചെയ്യുക, കാരണം അതുകൊണ്ടൊരു ഉപയോഗമില്ല. 4ാമത്തെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കാണുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ അവരായിട്ടുള്ള സമയം നമുക്ക് വളരെ ഡീമീനിങ് ആണ്, വളരെ നെഗറ്റീവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ എത്രയും വേഗം ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുക, കാരണം നമ്മൾക്ക് എന്തൊക്കെ രീതിയിൽ നമ്മൾ താഴ്ത്തോട്ട് പോകുന്നുണ്ട്, പുറകോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ ഒരു റീസൺ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്സാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ റിലേഷൻഷിപ്സിനെ മാപ്പ് ചെയ്ത് അതൊന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള ആളുകളെ കൊണ്ട് നമുക്ക് സറൗണ്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു.